എല്ലാവർക്കും നമസ്കാരം. നാമരാമായണത്തിൽ അവസാനം കുറച്ച് മംഗളനാമങ്ങൾ കൂടിയുണ്ട്, അത് ചൊല്ലാം. ഭയഹര മംഗള ദശരഥ രാമ, ജയ ജയ മംഗള സീതാരാമ, മംഗളകര ജയ മംഗള രാമ, സംഗത ശുഭ വിഭവോദയ രാമ, ആനന്ദാമൃതവർഷക രാമ, ആശ്രിതവത്സല ജയ ജയ രാമ, രഘുപതി രാഘവ രാജാ രാമ, പതിത പാവന സീതാരാമ. രാമായണം ഇന്നത്തോടെ അവസാനത്തെ ഭാഗം വായിക്കുകയാണ്. ഇത്രയും ദിവസം ക്ഷമയോടെ ഞാൻ വായിച്ച എൻ്റെ എളിയ ശ്രമം ശ്രദ്ധിച്ച് കേൾക്കാൻ സന്മനസ് കാട്ടിയുള്ളവർക്കൊക്കെ നന്ദി അറിയിക്കുകയാണ്. സീനിയേഴ്സ് ഹൈവിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഞാനൊരു ചെറിയ ശ്രമം നടത്തി നോക്കിയതാണ്. മാലിയുടെ രാമായണം, വാൽമീകി രാമായണത്തിനെ ആസ്പദമാക്കിയാണ് അദ്ദേഹം ഇത് എഴുതിയിരിക്കുന്നത്. അതിപ്പോൾ വളരെ പഴയ പുസ്തകമായി, ഇപ്പോഴൊന്നും ആരും ഇത് വായിക്കുന്നുണ്ടാവില്ല. ആ പുസ്തകം നിലനിന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാനിത് വായിച്ച് ഉണ്ടാക്കിയതാണ്. എല്ലാവരും ആസ്വദിച്ചിരിക്കുമെന്ന് വിശ്വസിക്കണം. രാമായണത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് കടക്കാം. ശ്രീരാമനും സഹോദരന്മാരും അവരുടെ പുത്രന്മാരും ഒക്കെ വിവിധ പ്രദേശങ്ങൾ ഭരണം തുടങ്ങി. ആണ്ടുകൾ, നൂറ്റാണ്ടുകൾ, 1000 ആണ്ടുകൾ, 10,000 ആണ്ടുകൾ കടന്നുപോയി. ഒരു ദിവസം ഒരു താപസ വേഷധാരി താൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് അറിയിക്കാതെ ശ്രീരാമനെ ചെന്ന് കണ്ടു പറഞ്ഞു, ഒരു മഹാതാപസന്റെ സന്ദേശവുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ആ സന്ദേശം തികച്ചും രഹസ്യമായതുകൊണ്ട് അങ്ങ് മാത്രമേ അറിയാൻ പാടുള്ളൂ. ഞാനും അങ്ങും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരും വന്ന് കയറരുത്. വന്നു കയറുന്നവൻ ആരായാലും ശരി, അവന് വധശിക്ഷ നൽകണം. അതാണ് മഹാതാപസന്റെ നിർദ്ദേശം. ആ കരാർ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, അനുജ, നീ പാറാവുകാരെ പറഞ്ഞയച്ചിട്ട് സ്വയം വാതുക്കൽ കാവൽ നിൽക്കണം. ആരെയും അകത്ത് കടക്കാൻ അനുവദിക്കരുത്. ഇനി ആരെങ്കിലും കടന്നു വന്നു എന്നിരിക്കട്ടെ, ആ ആൾ വധ്യനായിരിക്കും. അങ്ങനെ വാതിലിന് പുറത്ത് കാവൽ നിൽക്കുന്ന ലക്ഷ്മണൻ കേൾക്കാതെ രഹസ്യ സംഭാഷണം ആരംഭിച്ചു. താപസൻ പറഞ്ഞു, ശ്രീരാമ, ഞാൻ വാസ്തവത്തിൽ യമധർമ്മനാണ്. വന്നത് ബ്രഹ്മദേവന്റെ നിർദ്ദേശം അനുസരിച്ചും. മഹാവിഷ്ണുവായ അങ്ങേക്കായി മുമ്പ് തന്നെ നിശ്ചയിച്ചിരുന്ന മനുഷ്യ ജീവിതത്തിന്റെ കാലാവധി തീർന്നിരിക്കുന്നു. അങ്ങിനി പൂർവ്വസ്ഥാനത്തേക്ക് മടങ്ങിപ്പോണം. അത്രയുമാണ് ബ്രഹ്മദേവന്റെ സന്ദേശം. അത് കേട്ട് ശ്രീരാമൻ പുഞ്ചിരി തൂക്കി പറഞ്ഞു, എനിക്ക് വളരെ സന്തോഷമായി. ബ്രഹ്മദേവന്റെ നിർദ്ദേശം നടപ്പിലാക്കാൻ ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങ് തന്നെ വന്നത് വളരെ നന്നായി. ഇരുവരും സംഭാഷണം തുടർന്ന് നടത്തുന്നതിനിടയിൽ അവിചാരിതമായി ദുർവാസാവ് മഹർഷി പുറം വാതിലിലെത്തി ലക്ഷ്മണനോട് പറഞ്ഞു, എനിക്കിപ്പോൾ തന്നെ ശ്രീരാമനെ കാണണം. അത്യാവശ്യ കാര്യമാണ്. ഒട്ടും താമസിക്കാൻ പാടില്ല. ശ്രീരാമന്റെ കർശനമായ നിബന്ധന മറക്കാത്ത ലക്ഷ്മണൻ തൊഴുകൈയോടെ പറഞ്ഞു, മഹർഷി, ജ്യേഷ്ഠൻ മറ്റൊരാളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങ് ദയവായി അല്പനേരം കാത്തിരുന്നാൽ കൊള്ളാം. ദുർവാസാവിന്റെ കോപം പൊട്ടിത്തെറിച്ചു. ലക്ഷ്മണ, ഞാൻ വന്നിരിക്കുന്നു എന്ന് നീ ഈ നിമിഷത്തിൽ തന്നെ ശ്രീരാമനെ അറിയിക്കണം. അല്ലാത്ത പക്ഷം ഞാൻ ഇപ്പോൾ തന്നെ നിന്നെയും ശ്രീരാമനെയും നിങ്ങളുടെ വംശത്തെയും ശപിച്ച് നശിപ്പിക്കും. മഹർഷിയുടെ ശാപശക്തി നല്ലപോലെ അറിയാമായിരുന്ന ലക്ഷ്മണൻ വംശനാശത്തേക്കാൾ നല്ലത് താൻ ഒരുവന്റെ നാശമാണെന്ന് കരുതി അകത്ത് കയറി ദുർവാസാവ് വന്നിരിക്കുന്നു എന്ന് ശ്രീരാമനോട് ഉണർത്തിച്ചു. ശ്രീരാമൻ യമധർമ്മനെ പറഞ്ഞയച്ചിട്ട് പുറത്തേക്ക് വന്ന് ദുർവാസാവിനെ വന്നിച്ചിട്ട് ചോദിച്ചു, മഹർഷി, അങ്ങേക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ദുർവാസാവ് ഉത്തരം നൽകി, ശ്രീരാമ, ഞാൻ സഹസ്രാബ്ദികം എന്ന തപസ് ഇന്ന് അവസാനിപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് അങ്ങ് ഭിക്ഷാന്നം തരണം. മഹർഷിയുടെ ആവശ്യം സന്തോഷത്തോടെ നിറവേറ്റി അദ്ദേഹത്തെ അയച്ചപ്പോഴേക്കും ശ്രീരാമന്റെ ദുഃഖം നിയന്ത്രണാതീതമായി കഴിഞ്ഞിരിക്കുന്നു. താനും യമധർമ്മനുമായി സംഭാഷണം ചെയ്യുന്നതിനിടയിൽ കടന്നു വന്ന ആത്മതുല്യനായ അനുജൻ ലക്ഷ്മണന് വധശിക്ഷ നൽകിയില്ലെങ്കിൽ താൻ ധർമ്മവിലോപം വരുത്തി എന്ന ദുർയശസ് എന്നുമെന്നും നിലനിൽക്കും. ലക്ഷ്മണനെ വധിക്കുക എന്നത് ചിന്തിക്കാൻ വയ്യാതാനും. എന്തു ചെയ്യും? ലക്ഷ്മണൻ പറഞ്ഞു, ജ്യേഷ്ഠ, എനിക്ക് വധശിക്ഷ തന്ന് ജ്യേഷ്ഠൻ പ്രതിജ്ഞ പാലിക്കുക തന്നെ വേണം. എന്നോട് കാരുണ്യമുണ്ടെങ്കിൽ അങ്ങ് അത് ചെയ്തേ തീരൂ. ധർമ്മമാണ് ഏറ്റവും പ്രധാനം.
എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങുന്ന ശ്രീരാമൻ വസിഷ്ഠന്റെ ഉപദേശം ആവശ്യപ്പെട്ടതനുസരിച്ച് ആ മഹർഷി പറഞ്ഞു, ശ്രീരാമ, പ്രതിജ്ഞാലംഘനം അധർമ്മമാണ്. അധർമ്മം പ്രവർത്തിച്ചാൽ സർവവും നശിക്കും. അങ്ങ് ലക്ഷ്മണനെ പരിത്യജിക്കണം. പരിത്യജിക്കുക എന്നത് വധത്തിനൊപ്പമാണ് എന്നൊരു പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രീരാമൻ പ്രാണാധിക പ്രിയനായ കനിഷ്ഠ സഹോദരനെ പരിത്യജിച്ചു. കുറച്ചു കാലത്തേക്കല്ല, എന്നേക്കുമായിട്ട്. പിന്നീട് ഒരു നിമിഷം പോലും നിൽക്കാതെ, ഒരിക്കൽ പോലും പിറകിലോട്ട് തിരിഞ്ഞു നോക്കാതെ, തനിക്ക് സ്വന്തമായുള്ള മണിഗ്രഹത്തിൽ കയറാതെ ലക്ഷ്മണൻ ഇടറാതെയും പതറാതെയും ദൃഢമായ കാൽവെപ്പുകളോടെ സരയൂ നദീ തീരത്തിലെത്തി. ആകാശദേശത്ത് ദേവന്മാർ നോക്കി നിന്ന് ദിവ്യകുസുമങ്ങൾ ചൊരിയുന്നതിനിടയിൽ ലക്ഷ്മണൻ പ്രാണവായുവിനെ അടക്കി കുറച്ചുനേരം നിശ്ചലനായി നിശ്ചേഷ്ടനായി നിലകൊണ്ടു. പൊടുന്നനവെ മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ വന്ന് യഥാർത്ഥമായ സഹോദര സ്നേഹം എന്തെന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത മഹാവിഷ്ണുവിൻ്റെ 4/1 അദൃശ്യനായി പൂർവ്വസ്ഥാനത്തിലേക്ക് പോയി. ചില അന്തിമ തീരുമാനങ്ങളെടുത്ത് ശ്രീരാമൻ മന്ത്രിമാരോടും അന്തേവാസികളോടും തന്റെ നിശ്ചയം അറിയിച്ചു. എന്റെ സ്ഥാനത്ത് ഭരതനെ രാജാവായി അഭിഷേകം ചെയ്യണം. ലക്ഷ്മണൻ പോയ വഴിയിലൂടെ ഞാനും പോവുകയാണ്. ഭരതൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ജ്യേഷ്ഠനെ കൂടാതെ എനിക്ക് രാജ്യമെന്നല്ല സ്വർഗം പോലും ആവശ്യമില്ല. ഞാനും ജ്യേഷ്ഠന്റെ പുറകെ വരുന്നുണ്ട്. അതിനു മുമ്പ് കുശന്റെയും ലവന്റെയും രാജ്യാഭിഷേകം നടത്തണം. പ്രജകൾ കൂട്ടം കൂട്ടമായി ഓടി വന്ന് ശ്രീരാമന്റെ പാദങ്ങളിൽ വീണ് യാചിച്ചു, തങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകണമേ എന്ന്. ഭരതന്റെയും പ്രജകളുടെയും ആഗ്രഹം സാധിപ്പിക്കാതെ ശ്രീരാമന് ഗത്യന്തരമുണ്ടായില്ല. അടുത്ത നടപടി തെക്കേ അയോധ്യയിലെ രാജാവായി കുശനെയും വടക്കേ അയോധ്യയിലെ രാജാവായി ലവനെയും അഭിഷേകം ചെയ്യുക എന്നുള്ളതായിരുന്നു. വിദൂരസ്ഥമായ രാജ്യം ഭരിക്കുന്ന ശത്രുഘ്നൻ പുത്രന്മാരായ സുബാഹുവിന് മധുരയും ശത്രുഘാതിക്ക് വിദിശയും നൽകിയിട്ട് അയോധ്യയിലേക്ക് ഉഴറിച്ചെന്ന് ജ്യേഷ്ഠപാദങ്ങളിൽ പതിച്ചു. ശ്രീരാമൻ മഹാപ്രസ്ഥാനത്തിന് ഒരുങ്ങുകയാണെന്ന് അറിവ് കിട്ടിയ സുഗ്രീവാദി വാനരപ്രമുഖന്മാരും ലങ്കാധിപനായ വിഭീഷണനും എത്തിച്ചേർന്നു. എല്ലാവരും ശ്രീരാമൻ എവിടേക്ക് പോകുന്നുവോ അവിടേക്ക് തങ്ങളും വരുന്നുണ്ടെന്ന് നിർബന്ധം പിടിക്കുകയായിരുന്നു. ശ്രീരാമൻ വിഭീഷണനെ നേരിട്ടു. സ്നേഹിത, എപ്പോൾ വരെ സൂര്യനും ചന്ദ്രനും ഭൂമിയും എൻ്റെ കഥയും ഉണ്ടായിരിക്കുമോ അപ്പോൾ വരെ അങ്ങ് ലങ്കാധിപതിയായി ഭരണം നടത്തണം. ഇനി ഇതിനെക്കുറിച്ച് എന്നോടൊന്നും പറയുകയും അരുത്. തുടർന്ന് ശ്രീരാമൻ ഉത്തമദൂതന്റെ നേരെ തിരിഞ്ഞു. ഹനുമാൻ, അങ്ങൊരിക്കൽ ദീർഘകാലം ജീവിച്ചിരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുവല്ലോ, ആ ആഗ്രഹം സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഭൂലോകത്ത് എൻ്റെ ചരിതം പ്രചാരത്തിലുള്ളിടത്തോളം കാലം അങ്ങ് എന്നെ ഭജിച്ച് ജീവിക്കുമാറാകട്ടെ. വയോവൃദ്ധനും ജ്ഞാനവൃദ്ധനുമായ ജാമ്പവാന് ചിരഞ്ജീവിത്വവും മറ്റുള്ള വാനരന്മാർക്ക് തന്നെ അനുഗമിക്കുന്നതിനുള്ള അനുവാദവും നൽകുവാൻ കൂടി ശ്രീരാമൻ ആ സന്ദർഭം വിനിയോഗിച്ചു. അടുത്ത ദിവസം നേരം പുലർന്നപ്പോഴേക്കും അയോധ്യ നഗരം അന്നുവരെ ആർക്കും വിഭാവനം ചെയ്യാൻ കൂടി സാധിച്ചിട്ടില്ലാത്ത ഒരുതരം ഘോഷയാത്രയ്ക്ക് സാക്ഷ്യം വഹിച്ചു. മഹാപ്രസ്ഥാനോചിതമായ ദീപ്താഗ്നിഹോത്രവും വാജപേയാദപാത്രവും വഹിക്കുന്ന പുരോഹിതന്മാർ മുമ്പിലായും നേരിയ വസ്ത്രം ധരിച്ച് ദർഭ കൈവിരലുകളിൽ ഇടചേർത്ത് ബ്രഹ്മമന്ത്രം ജപിക്കുന്ന ശ്രീരാമനും ജ്യേഷ്ഠനോടൊന്നിച്ച് ഭരതശത്രുഘ്നന്മാരും അവർക്ക് പിറകിലായും സരയൂ നദിയെ ലക്ഷ്യമാക്കി നടന്നു തുടങ്ങി. ഋഷിമാർ, അന്തപുര സ്ത്രീകൾ, ഭൃത്യന്മാർ, പ്രജകൾ, അതെന്തിന് മൃഗങ്ങൾ, പക്ഷികൾ എന്നിവരെല്ലാം ചേർന്നുണ്ടായ വമ്പിച്ചൊരു സംഘമായിരുന്നു ഏറ്റവും പിറകിൽ. അലൗകികമായ ഒരുതരം ആനന്ദം കൊണ്ട് മതിമറന്ന് മുമ്പോട്ട് പോവുകയാണ് മനുഷ്യരും തിര്യക്കുകളും എല്ലാം എന്ന് അവരുടെ ചേഷ്ടകൾ നിശബ്ദമായി വിളംബരം ചെയ്യുന്നുണ്ടായിരുന്നു. ശ്രീരാമൻ 1.5 കാതം പിന്നിട്ട് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് സരയൂ നദീ തീരത്തെത്തിയപ്പോൾ സുഖശീതമായ മാരുതൻ മന്ദമന്ദം വീശിക്കൊണ്ടിരിക്കുമ്പോൾ, അസുലഭമായ ഒരുതരം സൗരഭ്യം അന്തരീക്ഷത്തിൽ വ്യാപിക്കുമ്പോൾ, ആകാശദേശത്ത് ദിവ്യവാദ്യഘോഷങ്ങൾ മുഴങ്ങുമ്പോൾ, അമാനുഷിക വർഗക്കാർ പേമാരി പോലെ ദിവ്യപുഷ്പങ്ങൾ ചൊരിയുമ്പോൾ ബ്രഹ്മദേവൻ മുകളിൽ പ്രത്യക്ഷനായി അരുളി ചെയ്തു, മഹാവിഷ്ണുവായ അവിടുന്ന് ഇനിയിപ്പോൾ നിജരൂപം കൈക്കൊള്ളണം. സഹോദരന്മാരും അപ്രകാരം ചെയ്തു കൊള്ളട്ടെ. തേജസ്വിൻ അവിടുത്തെ ലോകഗതിയാണ്. അവിടുത്തെ മായയല്ലാത്ത മറ്റാരും അവിടുത്തെ അറിയുന്നില്ല. അചിന്ത്യനും അചരനും സർവവ്യാപ്തനും അക്ഷയനുമാണല്ലോ അവിടുന്ന്. അതനുസരിച്ച് ശ്രീരാമൻ തൻ്റേതായ വിഷ്ണുരൂപം ധരിച്ച് ദേവാദികളുടെ പൂജ സ്വീകരിച്ചിട്ട് ബ്രഹ്മദേവനോട് ഒന്നാവശ്യപ്പെട്ടു. സ്നേഹാധിക്യം കൊണ്ട് തന്നെ പിന്തുടരുന്ന മനുഷ്യർക്കും തിര്യക്കുകൾക്കുമെല്ലാം പുണ്യലോകങ്ങൾ പ്രദാനം ചെയ്യണമെന്ന്. മഹാവിഷ്ണുവിൻ്റെ ആഗ്രഹം സാധിപ്പിച്ചുകൊണ്ട് ബ്രഹ്മദേവൻ നിർദ്ദേശിച്ചതനുസരിച്ച് മനുഷ്യരും തിര്യക്കുകളും സരയൂ ജലത്തിൽ മുഴുകിയതോടെ അവരെല്ലാം ദിവ്യരൂപധാരികളായി നാഗലോകത്തിൽ ചെന്നെത്തി. അങ്ങനെ ശുഭമായി അവസാനിക്കുകയാണ് വാത്മീകി മഹർഷിയാൽ വിരചിതമായ ശ്രീരാമായണത്തിലെ അതിമനോഹരവും അനശ്വരവുമായ ശ്രീരാമകഥ.
രാമായണം. മാതൃഭൂമി ദിനപത്രത്തിൽ രാമകഥാമൃതം എന്ന പേരിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ രാമായണ മാസത്തിലെ ഓരോ ദിവസവും രാമായണത്തിലെ കഥാപാത്രങ്ങളെക്കുറിച്ച്, കഥാസന്ദർഭങ്ങളെക്കുറിച്ച് ചെറിയ വിവരണങ്ങൾ വരാറുണ്ട്. അതിൽ കുറച്ചെണ്ണം നമ്മൾ കേൾക്കാത്തതും അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ പതിയുന്നതുമായ ചില വരികൾ ഞാനിവിടെ വായിക്കാം. മാഞ്ഞാൽ വെളിച്ചമായി, അജ്ഞാനം മാഞ്ഞാൽ ജ്ഞാനമായി. വെളിച്ചം ജ്ഞാനവും അജ്ഞാനം ഇരുട്ടുമാണ്. മായണം, അതാണ് രാമായണം. അങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട് രാമായണത്തെക്കുറിച്ച്. നാരായണ മന്ത്രത്തിലെ രണ്ടാമത്തെ അക്ഷരമായ രായും നമശിവായ മന്ത്രത്തിലെ രണ്ടാമത്തെ അക്ഷരമായ മായും ചേർന്നതാണ് രാമമന്ത്രം. ശൈവ വൈഷ്ണവ തത്വം രാമമന്ത്രത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നൊരു കണ്ടുപിടുത്തം. അധ്യാത്മരാമായണത്തിൽ ശ്രീരാമനെ ഈശ്വരൻ എന്ന നിലയിലാണ് കാണുന്നതെങ്കിൽ വാൽമീകി രാമായണത്തിൽ സർവഗുണസമ്പന്നനായ മനുഷ്യൻ എന്ന നിലയിലാണ് കാണുന്നത്. രാമായണ മാസാചരണത്തേക്കാൾ രാമായണ ജീവിതമാണ് നാം ആചരിക്കേണ്ടതെന്ന് പറയുന്നു. സദൂഷണേനാപി നിർദോഷ സഖരേണാപി സുകോമള നമ തസ്മൈ കൃതായേന രമ്യ രാമായണീ കഥ. രാമായണത്തിൻ്റെ മഹത്വം വ്യക്തമാക്കുന്ന ഒരു പ്രസിദ്ധ ശ്ലോകമാണ് ഇത്. ദൂഷണൻ എന്ന കഥാപാത്രത്തോട് കൂടിയതാണെങ്കിലും നിർദോഷമായിട്ടുള്ളതാണ് രാമായണം. ഖരൻ എന്ന കഥാപാത്രം രാമായണത്തിലുണ്ടെങ്കിലും അത് വളരെ കോമളവുമാണ് എന്ന് പറയുന്നു. ശ്രീരാമൻ പിതൃഭക്തിക്ക് ഉത്തമോദാഹരണമാണ്. സഹോദര സ്നേഹത്തിൻ്റെ ഉത്തമോദാഹരണമാണ് എടുത്തു കാട്ടാറുള്ളത് ലക്ഷ്മണനെയാണ്. എന്നാൽ സഹോദര സ്നേഹവും ഭക്തിയും കൈകേയിപുത്രനായ ഭരതനാണെന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാം. ശ്രീരാമനെ പോലെ മരവരിയണിഞ്ഞ് നന്ദിഗ്രാമത്തിലെ പർണശാലയിൽ താമസിക്കുന്ന ഭരതൻ നമുക്ക് മുന്നിൽ ഒരു മാതൃകാ കഥാപാത്രം തന്നെയാണ്. ധർമ്മനിഷ്ഠ, ആത്മനിയന്ത്രണം, ജീവകാരുണ്യം ഇവയാണ് രാമായണത്തിലൂടെ ഓരോ ജീവനെയും വിജയത്തിലേക്ക് നയിക്കുന്നത്. ഈശ്വരഭക്തി, പിതൃഭക്തി, ഗുരുഭക്തി, പിതൃവാത്സല്യം, സഹോദര സ്നേഹം, പത്നിധർമ്മം, ദീനാനുകമ്പ, അധർമ്മദോഷം തുടങ്ങി നിരവധി ഗുണങ്ങൾ രാമായണത്തിൽ പ്രകീർത്തിച്ചിട്ടുണ്ട്. സാഹോദര്യത്തിൻ്റെ സൗന്ദര്യത്തെ മനസ്സിലാക്കി തരുന്ന ഇതിഹാസമാണ് രാമായണം. മനുഷ്യ സഹോദരങ്ങളുടെ മാത്രമല്ല, പക്ഷി, വാനര, രാക്ഷസ സഹോദരങ്ങളുടെയും കഥയാണിത്. മാതൃകാപരമായ സാഹോദര്യം എങ്ങനെയാകണം, എങ്ങനെയാകരുത് എന്ന് വാൽമീകി നമ്മെ ഉദാഹരണ സഹിതം ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്. അന്യോന്യം സംഭവിക്കാവുന്ന തെറ്റുകുറ്റങ്ങൾ മറക്കാനും പൊറുക്കാനും സഹോദരങ്ങൾക്ക് സാധിക്കണം. സഹോദരൻ ജടായുവിനെ സംരക്ഷിക്കുവാൻ വേണ്ടി ഉയരത്തിൽ പറന്ന് സ്വന്തം ചിറകുകൾ നഷ്ടപ്പെടുത്തിയ സമ്പാദിയും വിശ്വ സാഹോദര്യത്തിൻ്റെ വിജയസാധ്യമാണ്. പഞ്ചകന്യകളിൽ ഒരുവളായ അഹല്യയാണ് പിന്നെ ഒരു കഥാപാത്രം. അഹല്യ, ദ്രൗപദി, സീത, താര, മണ്ഡോദരി തഥാ പഞ്ചകന്യ സ്മരേ നിത്യം പഞ്ചപാപ വിനാശനം എന്നൊരു ചൊല്ലുണ്ട്. അങ്ങനെ പഞ്ചകന്യകളിൽ ഒരുവളാണ് അഹല്യ. അഹല്യയുടെ കഥയും രാമായണത്തിൽ എടുത്തു പറയുന്നതാണ്. അവസാനമായി ഊർമിളയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. രാമായണത്തിലെ അപൂർവമായ ഭാഗമാണ് ഊർമിളയുടെ നിദ്രയെക്കുറിച്ച് പറയുന്ന സന്ദർഭം. കാനന മധ്യത്തിൽ ഉറക്കമൊഴിഞ്ഞ് ലക്ഷ്മണൻ ജ്യേഷ്ഠനെയും പത്നിയെയും ശുശ്രൂഷിച്ച് കാവൽ നിൽക്കുന്നത് കൊണ്ട് നിദ്രാദേവി പ്രത്യക്ഷപ്പെടുന്നു. 14 സംവത്സരം ശ്രീരാമനും സീതയ്ക്കും കാവൽ നിൽക്കാനായി ഉറക്കം തന്നെ വിട്ടുനിൽക്കണമെന്ന വരമാണത്രേ ലക്ഷ്മണൻ ആവശ്യപ്പെട്ടത്. വരം നൽകാമെന്ന് പറഞ്ഞ ദേവി പക്ഷേ ആ നിദ്ര ആരെങ്കിലും ഏറ്റെടുക്കേണ്ടതുണ്ടെന്ന് അറിയിച്ചു. അത് തൻ്റെ ഭാര്യ ഊർമിള സ്വീകരിക്കട്ടെ എന്നും തൻ്റെ അഭാവം അവൾക്ക് അനുഭവപ്പെടാതിരിക്കാൻ അത് ഉപകരിക്കുമെന്നും ലക്ഷ്മണൻ പറയുന്നുണ്ട്. അപ്രകാരം വരം നൽകി നിദ്രാദേവി മറയുന്നു. അങ്ങനെയും ഒരു കഥയുണ്ട്.
ഇങ്ങനെ ഈശ്വരന്മാരായിട്ട് പോലും രാമനും സീതയും ലക്ഷ്മണനുമൊക്കെ അനുഭവിച്ച കൊടിയ ദുഃഖങ്ങളും ദുരിതങ്ങളും ആലോചിച്ചാൽ മനുഷ്യരായ നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളുമൊക്കെ താരതമ്യേന നിസ്സാരമാണെന്ന് കൂടിയാണ് ഈ കഥ, രാമായണ കഥ ധ്വനിപ്പിക്കുന്നത്. കർക്കിടകം ദുർഘടമെന്നാണല്ലോ പറയാറുള്ളത്. ഈ ദുർഘടമാസത്തിൽ രാമകഥ വായിച്ചും വായിപ്പിച്ചും എല്ലാവരും രാമനാമത്തിൽ മുഴുകിയിരിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നു. പലരുടെയും ദീർഘവീക്ഷണത്തിലൂടെ പല വീക്ഷണകോണുകളിലൂടെ വന്നിട്ടുള്ള വാചകങ്ങളാണ് ഇതൊക്കെ. രാമായണത്തിൽ രാമനാമം നമ്മളെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രാമനാമം അതെപ്പോഴും സദാ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ ഏത് സന്ദർഭത്തിലും അത് ചുണ്ടിലുണ്ടെങ്കിൽ നമുക്കതൊരു സമാധാനം പ്രദാനം ചെയ്യുന്ന ഒരു രീതിയായിരിക്കും എന്ന് തോന്നുന്നു. രാമകഥാമൃതം എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ ശ്രീരാമനെ ഉത്തമ പുരുഷനായി സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മളുടെ മഹാത്മജി. അതുകൊണ്ടാണല്ലോ വെടിയേറ്റ് താഴെ വീഴുമ്പോൾ പോലും അദ്ദേഹം ഹേ റാം എന്ന് പറഞ്ഞ് താഴെ വീഴാനായത്. അജാമിളൻ നാരായണനെ വിളിച്ചതുപോലെ അദ്ദേഹവും രാമപാദം തന്നെ പൂകിയിരിക്കുന്ന ഉറപ്പാണ്. എല്ലാവർക്കും രാമകഥ കേൾക്കുന്ന എല്ലാവർക്കും പുണ്യമുണ്ടാകട്ടെ. എല്ലാവർക്കും എപ്പോഴും രാമനാമം ജപിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ. ജയ് ശ്രീരാം.